തോമസ് ഐസക്ക് എൻ്റെ വളരെ അടുത്ത സ്നേഹിതനും വളരെ അടുത്ത സുഹൃത്തുമാണ്. തമാശ പറയാറുണ്ട്. ഇങ്ങനത്തെ തമാശ പറയുമോ? കൊണ്ടാണ് ഇത് ചെയ്തത്. 172 പേജ് ഇത്ര ദിവസം കൊണ്ട് എങ്ങനെ ഉണ്ടാക്കി? 172 പേജൊക്കെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഗവൺമെൻറ്റിനുണ്ട് 10 ദിവസം കൊണ്ട്. ഞങ്ങളത് ചെയ്തു. ഒരു ഉപയോഗിച്ചിട്ടില്ല എന്ന് കെ ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇനി ഉപയോഗിച്ചാൽ എന്താ തെറ്റ്? ഞങ്ങൾ ഉപയോഗിക്കും ഇനിയുള്ള കാര്യങ്ങൾക്ക്. ഇതിലുപയോഗിച്ചിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഈ ഗവൺമെൻറ് ഉപയോഗിക്കും. ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായി ടൂൾസ് ഉപയോഗിക്കും. ഞങ്ങളതിൻ്റെ സ്റ്റഡി തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ അതിന് ആവശ്യമായ ആളുകളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. അത് ചെയ്താൽ എന്താ തെറ്റ് ഒരു ഗവൺമെൻറ്? പിന്നെ പറഞ്ഞു ട്രഷറിയിലെ ബാലൻസ് അല്ലേ ഒരിക്കലും പുറത്തറിയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും പുറത്തറിയാൻ പാടില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞല്ലോ. അതാണല്ലോ ഒരു ആക്ഷേപം. ട്രഷറിയിൽ 6000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം പറഞ്ഞാരാ? മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. അവർ രഹസ്യം, ബജറ്റ് രഹസ്യം അല്ലെന്നാണ് ട്രഷറി രഹസ്യം. ട്രഷറിയിലെ ബാലൻസ് പുറത്തു പറയാൻ പാടില്ല. ട്രഷറിയിലെ ബാലൻസ് ആദ്യം പുറത്തു പറഞ്ഞ ആള് മുൻ ധനകാര്യമന്ത്രി. ഇതൊന്നും ഒരു രഹസ്യമില്ലെന്ന്. അല്ല, കിഫ്ബി നമ്മൾ റീസ്ട്രക്ചർ ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെ വാർത്തയാണ് ഓരോരുത്തർ കൊടുക്കുന്നത്? ശ്രീധരൻ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു തന്നു. ആ പ്രോജക്റ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചു. ആര്? എവിടെ തീരുമാനിച്ചു? അല്ലല്ല, എവിടെ തീരുമാനിച്ചു? ആള് എത്ര പേര് വാർത്ത കൊടുത്തു? എന്നിട്ട് കുറേ പേര് തർക്കമാണ്. അതിൽ സ്റ്റാൻഡ് ഗേജ് ആണ്, ഇതിൽ മീറ്റർ ഗേജ് ആണ്. എന്നിട്ട് ഗവൺമെൻറ് എന്തിനു സ്റ്റാൻഡ് ഗേജ് അപ്രൂവ് ചെയ്തു? അദ്ദേഹത്തെ പോലത്തെ ഒരാൾക്ക് ഞങ്ങളുടെ അടുത്ത് കൊടുത്തിട്ട് ഒരു പ്രോജക്റ്റ് തന്നു. അത്രേ നടന്നുള്ളൂ. ഞങ്ങളെന്താ ചെയ്തത്? അത് സ്റ്റഡി ചെയ്യാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ഒരു റെയിൽവേ എക്സ്പേർട്ട്, ഒരു എൻവയൺമെൻറ്റ് എക്സ്പേർട്ട്, ഒരു ഫിനാൻസ് എക്സ്പേർട്ട്. ഈ 3 ആസ്പെക്റ്റും അതിൽ പരിശോധിക്കണം. റെയിൽവേ ആംഗിളിൽ നിന്ന് ഏതാണ് കേരളത്തിന് അനുയോജ്യം? ഇപ്പോഴത്തെ മോഡേൺ സ്പീഡ് കോറിഡോർ എങ്ങനെയാണ് ചെയ്യുന്നത്? സ്റ്റാൻഡ് ഗേജ് ആണോ, മീറ്റർ ഗേജ് ആണോ, പില്ലറിലാണോ, എംബാങ്ക്മെൻറ്റിലാണോ, എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ തന്നിരിക്കുന്ന പ്രപ്പോസൽ അത് പറ്റിയതാണോ? നമ്മൾ സിൽവർ ലൈനിനെതിരായിട്ടുള്ള ഞങ്ങളുടെ അലിഗേഷൻ എന്താ? 2 കാര്യമാണ് പറഞ്ഞത്. അത് ഇക്കണോമിക്കലി ഫീസിബിൾ അല്ല, നമ്പർ 1. നമ്പർ 2, അതൊരു എൻവയൺമെൻറ്റ് ഡിസാസ്റ്റർ ആയിരിക്കും. കേരളം പോലുള്ള വളരെ ക്ലൈമറ്റ് ചേഞ്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇതുപോലത്തെ ഏത് പ്രോജക്റ്റ് വന്നാലും ഈ ഗവൺമെൻറ് അത് പരിശോധിക്കും. അതിൻ്റെ എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് പരിശോധിക്കും. അതുകൊണ്ടാണ് ആദ്യമായിട്ടാണ് നമ്മളൊന്നും ഗവൺമെൻറ് കമ്മിറ്റികളിലൊന്നും എൻവയൺമെൻറ്റ് എക്സ്പേർട്സിനെ വയ്ക്കാറില്ല. എൻവയൺമെൻറ്റ് എക്സ്പേർട്ടിനെ കൂടി വെച്ചിട്ടാണ് ആ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. വിത്തിൻ 3 വീക്സ് അവരതിന് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് തരും. എന്നിട്ട് ഞങ്ങളത് പഠിക്കും, എന്നിട്ട് തീരുമാനമെടുക്കും. ശ്രീധരൻ വന്ന് എന്നെ കാണണം എന്ന് പറഞ്ഞാൽ എനിക്ക് കാണണ്ടെന്ന് പറയാൻ പറ്റും? അദ്ദേഹം ഒരു റിപ്പോർട്ട് തന്നു. ഞാനത് വാങ്ങിച്ചു വെച്ചു. ഞാൻ പോലും വായിച്ചു നോക്കുന്നതിന് മുമ്പേ വാർത്ത വന്നത് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു എന്ന് പുതിയ പദ്ധതി. ഭയങ്കരം തന്നെ.